നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനിവിടെ ഇല്ലാതായി പോയി, അല്ലെങ്കിൽ അന്നേ തീർത്തന്നെ അവനവളെ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. നീ ഇല്ലാത്ത അവസരവേ ചിലര് ദുരുപയോഗിച്ചെന്ന് കരുതിയാ മതി. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ. ഞങ്ങളുടെ അമ്മയെ അടിച്ചതിന് ശേഷം അവർക്ക് കൂട്ടുകിടന്ന് നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ കൂട്ടുകിടന്ന് അനുഭവിക്ക് മാത്രമല്ല, എട്ടും പൊട്ടും തിരിയാത്ത നിന്റെ മോനും കൂടെ വേണ്ടിട്ടാ. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്റെ മോന്റെ കാര്യത്തില് ഞാൻ ഉടനെ ഒരു തീരുമാനം എടുത്തോളാം. അതിനു മുമ്പ് എന്റെ അമ്മയുടെ മുഖത്ത് കൈവച്ചന് അവളുടെ കൈ ഞാൻ വെട്ടിയെടുത്തിട്ട് ബാക്കിയേ കാര്യമുള്ളൂ. മണ്ടത്തരൊന്നും കാണിക്കില്ലേ? ഇവരെന്ത് കാണിക്കാം? കൈയും കാലും വെട്ടുന്നതിന് മുമ്പ് അനുചേച്ചിക്ക് പറയാനുള്ളതോട് ഇന്ദ്രേട്ട ഒന്ന് കേക്ക്. അതെ ഇന്ദ്രേട്ട, അനുവേട്ടത്തിക്ക് ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. അതിന് ഏട്ടത്തി ഇവിടെ വന്ന് അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ വരെ തയ്യാറായി. കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ അവൾ എന്തിനാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നേ? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി അവൾ എന്നെ മനഃപൂർവ്വം അടിച്ചതാ ഇന്ദിര. അതിനുള്ള ശിക്ഷ നീ അവൾക്ക് കൊടുത്തേ പറ്റും. ഏട്ടൻ ചെന്ന് ഏട്ടത്തിന്റെ കൈ വെട്ടിയാലേ അപ്പൊ നമ്മുടെ അമ്മയുടെ ഭാഗത്ത് തീരുമാനിക്കും. പിന്നെ മൂത്ത മകന്റെ സ്ഥാനം അങ്ങ് ജയിലിലായിരിക്കും. എടാ, അമ്മയെ തല്ലിയവളുടെ കൈ വെട്ടിയിട്ട് ജയിലിൽ പോകുന്നതിലുണ്ടാ അന്തസ്. അങ്ങനെ അന്തസ് കാണിക്കുന്നവരാണെങ്കിൽ കീരിയം പാമ്പിനെ ഒരു കൂട്ടിലിട്ട് നീ പോകരുതായിരുന്നു. നിന്റെ ഭാര്യയ്ക്ക് മനസ്സറിയാതെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് ഇത്രയേ സംഭവിച്ചുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം വിഷം കഴിച്ചോ ഗ്യാസ് പൊട്ടിത്തെറിച്ചോ ചത്തു കിടക്കുന്ന അനുപമയായിരിക്കും നീ കാണേണ്ടി വരുന്നത്. അങ്ങനെ വല്ലോ സംഭവിച്ചെങ്കിൽ നീ ആരുടെയെങ്കിലും കയ്യോ തലയോ വെട്ടുമായിരുന്നോ? തള്ളേ, ഞാൻ അവളെ വിഷം കൊടുത്തോ ഗ്യാസ് തുറന്നിട്ടോ കൊല്ലുമായിരുന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചതല്ലേ? നിങ്ങൾ ഇതിന്റെ അപ്പുറം പറയുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ അവളുടെ ക്ലാസ്സാ ഇന്ദിര. ഈ തള്ളക്കേ ചോറ് ഇവിടെ കൂറ് അവിടെയാ. നീ അങ്ങോട്ട് പോയാലേ അവൾ എനിക്കെതിരെ ഇതിലും വലിയ ആരോപണം ഉന്നയിക്കും ഇന്ദിര. അവസാനം അവളുടെ കൈ വെട്ടാൻ പോയ നീ എന്റെ തല വെട്ടാൻ വരുന്ന അവസ്ഥയാവും. വേണ്ട ഇന്ദിര, എന്നെ അടിച്ചതിനുള്ള ശിക്ഷയെ അവൾക്ക് ദൈവം കൊടുത്തോളൂ. അതായിരിക്കും യഥാർത്ഥ ശിക്ഷ. നീ അവളെ അവിടുന്ന് പുറത്താക്കിയാൽ മാത്രം മതി ഇന്ദിര. ഇറക്കി വിടണം അവളെ. അവളെന്തായാലും വെറുതെ വിടാൻ പറ്റില്ല. എന്റെ അമ്മയെ അടിച്ചതിനുള്ള ശിക്ഷ ഞാൻ തന്നെ അവൾക്ക് വിധിക്കാൻ പോവാ. എന്റെ ദൈവമേ, എന്റെ ഭാര്യ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാ ജീവിതകാലം മുഴുവൻ എന്റെ അമ്മയ്ക്ക് ദാസ്യപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വരും. അമ്മയ്ക്ക് അവളെ ആട്ടാം, തുപ്പാം, അടിക്കാം. ഇവിടെ ഒരുത്തരും ചോദിക്കില്ല. അമ്മയ്ക്ക് എന്ന് അവളോട് ക്ഷമിക്കാൻ തോന്നുന്നോ അന്നേ ഞാനും എന്റെ ഭാര്യയോട് ക്ഷമിക്കൂ. ഭാനുമേ, കേട്ടല്ലോ, എന്റെ ഭാര്യയായിട്ട് അവൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറായി അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ഇതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണോ ഇന്ദിര? ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നാ അവളെ ഞാൻ വല്ലതും ചെയ്തു പോകും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ. ഇല്ലെങ്കിലേ എന്തു വേണമെന്ന് എനിക്കറിയാം.